വെൽക്കം ടു സെലം ലേണിംഗ്. അഖിൽനാമസ് ആണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ബാക്കിയുള്ളൂ. നമ്മുടെ +1 എക്കണോമിക്സിലാണെങ്കിൽ നമുക്ക് എക്സാമിന് 12 ചാപ്റ്റേഴ്സ് ആണ് പഠിച്ചു തീർക്കാനായിട്ടുള്ളത്. ഇനി ഈ 12 ചാപ്റ്റേഴ്സ് നിന്ന് നമുക്ക് വളരെ പ്രധാനമായിട്ടും എസ്സേ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ 12 ചാപ്റ്റേഴ്സിൽ നമുക്ക് ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ, അത്യാവശ്യം വെയിറ്റേജ് കൂടിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 8 മാർക്കിൻ്റെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലെ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് സ്ഥിരമായിട്ട് 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒജീവോ വരച്ചിട്ട് മീഡിയൻ ഗ്രാഫിക്കലി ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം പല മക്കൾക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം എങ്ങനെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, 8 മാർക്കിന് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണെന്ന് എല്ലാവരും നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് സീരീസ് തരും, എന്നിട്ട് ഒജീവോ വരച്ചിട്ട് മീഡിയൻ ഗ്രാഫിക്കലി ലൊക്കേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്ക് മോർ ദാൻ ഒജീവും വരയ്ക്കണം, അതുപോലെ തന്നെ ലെസ് ദാൻ ഒജീവും വരയ്ക്കണം. അപ്പോൾ ആദ്യം ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ എല്ലാ ക്ലാസിൻ്റെയും അപ്പർ ലിമിറ്റ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ക്ലാസിൻ്റെയും അപ്പർ ലിമിറ്റ് എടുക്കുക, എന്നിട്ട് മുന്നിൽ പ്രിഫിക്സ് ആയിട്ട് ലെസ് ദാൻ എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ലെസ് ദാൻ 5, 10, 15, 20, 25, 30 എന്ന് നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ഈ ഫ്രീക്വൻസിനെ അങ്ങനെ തന്നെ എഴുതുക. ദെൻ 2 + 5 7 + 8 എന്ന് ചെയ്ത് 7 + 8 15 വരും. 15 + 16 ചെയ്യുമ്പോൾ 31 വരും. 31 + 6 ചെയ്യുമ്പോൾ 37. 37 + 3 ചെയ്യുമ്പോൾ 40. അപ്പോൾ ഇങ്ങനെ നമ്മൾ ലെസ് ദാനിൻ്റെത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി മോർ ദാനിൽ എല്ലാ ക്ലാസിൻ്റെയും ലോവർ ലിമിറ്റ് ആണ് എടുക്കേണ്ടത്. എന്നിട്ട് മുന്നിൽ പ്രിഫിക്സ് ആയിട്ട് മോർ ദാൻ എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മോർ ദാൻ 0, 5, 10, 15, 20, 25. ഇനി നമുക്ക് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അപ്പോൾ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുമ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് ടോട്ടൽ ഫ്രീക്വൻസി ആണ്. അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീക്വൻസി മൈനസ് ചെയ്ത് വരും. പക്ഷേ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രീക്വൻസി ആഡ് ചെയ്ത് വരും. ഇങ്ങനെയാണ് ചെയ്യുക. സോ ആദ്യം 40 എഴുതുക, അതാണ് ടോട്ടൽ ഫ്രീക്വൻസി. അതിൽ നിന്ന് ആദ്യം നമ്മൾ 2 മൈനസ് ചെയ്യണം. അപ്പോൾ 38 കിട്ടും. പിന്നെ 38 നിന്ന് 5 മൈനസ് ചെയ്യണം. അപ്പോൾ 33 കിട്ടും. 33ൽ നിന്ന് 8 മൈനസ് ചെയ്യുമ്പോൾ 25 കിട്ടും. 25ൽ നിന്ന് 16 മൈനസ് ചെയ്യുമ്പോൾ 9 കിട്ടും. 9ൽ നിന്ന് 6 മൈനസ് ചെയ്യുമ്പോൾ 3 കിട്ടും. കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ലാസ്റ്റ് കിട്ടുന്ന നമ്പർ തന്നെയായിരിക്കണം ലാസ്റ്റുള്ള ഫ്രീക്വൻസിയും, അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് തെറ്റാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, ഒജീവ് വരയ്ക്കാനായിട്ട് തുടങ്ങാം. ഒജീവ് വരയ്ക്കുമ്പോൾ ഗ്രാഫിന് ആദ്യം ഒരു ബേസ് ഇട്ട് വെക്കുക. എന്നിട്ട് അതിനുശേഷം ആദ്യം നമുക്ക് ലെസ് ദാൻ ഒജീവ് വരയ്ക്കാം. അവിടെ ഈ ലെസ് ദാൻ എന്ന് കൊടുത്തിരിക്കുന്ന വാല്യൂസ് എക്സ് ആക്സിസിലും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വൈ ആക്സിസിലുമായിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്ത് തുടങ്ങാം. 5ൽ 2 ആണ് വരുന്നത്. അപ്പം 5ൽ നമ്മൾ 2 വരയ്ക്കണം. ഏകദേശം ഇവിടേക്ക് ആയിട്ട് വരും. പിന്നെ അത് കഴിഞ്ഞ് 10ൽ നമുക്ക് 7 ആണ് വരുന്നത്. അപ്പോൾ 10ൽ 7 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടേക്ക് ആയിട്ട് വരും. ദെൻ 15ൽ 15 എന്ന് പറയുമ്പോൾ 15 ഇവിടെ ആയിട്ട് വരും. ദെൻ അത് കഴിഞ്ഞിട്ട് 20ൽ 31 ആണ്. അപ്പം 20ൽ 31 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ ആയിട്ട് വരും. ഓക്കെ, ഇവിടെ ആയിട്ട് വരും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് അടുത്തത് 25ൽ 37 ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ 25ൽ 37 എന്ന് പറയുമ്പം ഏകദേശം ഇവിടേക്ക് ആയിട്ട് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് 30ൽ 40 ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ 30ൽ 40 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടേക്ക് ആയിട്ട് വരും. ഇനി നമ്മൾ ഈ പോയിന്റുകൾ ജോയിൻ ചെയ്ത് വരയ്ക്കുക. സ്കെയിൽ ഉപയോഗിച്ചിട്ട് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് എപ്പോഴും നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ലെസ് ദാൻ ഒജീവ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ലെസ് ദാൻ ആണ് വരച്ചതെന്നും കൂടെ അതിൻ്റെ നേരെ എഴുതി വെക്കുക. ഇനി നമുക്ക് മോർ ദാൻ ആണ് വേണ്ടത്. മോർ ദാൻ എന്ന് പറയുമ്പം 0ൽ 40, അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുക. 5ൽ 38, അപ്പോൾ 38 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ മാർക്ക് ചെയ്യുക. ദെൻ 10ൽ 33 ആണ് വരുന്നത്. അപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്യുന്നു. ദെൻ 15ൽ 25 ആണ് വരുന്നത്. സോ 25ൽ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, 25ൽ മാർക്ക് ചെയ്യുന്നു. ദെൻ അടുത്തത് 20ൽ 9 ആണ് വരുന്നത്. അപ്പോൾ 20ൽ 9 എന്ന് പറയുന്ന സമയത്ത് ഏകദേശം ഇവിടെയായിട്ട് മാർക്ക് ചെയ്യുക. 25ൽ 3 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെയായിട്ട് മാർക്ക് ചെയ്യുക. ഇതൊക്കെ ഏകദേശമാണ് കേട്ടോ. ദെൻ ഇനി ഈ പോയിന്റുകൾ ജോയിൻ ചെയ്ത് വരയ്ക്കാം. ഈ നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ള എല്ലാ പോയിന്റുകളും ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ ഇതാണ് മോർ ദാൻ ഒജീവ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ 2 ഒജീവുകളും നമ്മൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി മീഡിയൻ ആണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. മീഡിയൻ എന്ന് പറയുമ്പോൾ ഈ 2 ഒജീവുകൾ കൂടെ ജോയിൻ ചെയ്യുന്ന ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് നിങ്ങൾക്ക് കാണാം.
ആ പോയിന്റിൽ നിന്നും താഴേക്ക് എക്സ് ആക്സിസിലേക്ക് നമ്മളൊരു ലൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ അത് എക്സ് ആക്സിസിൽ എവിടെയാണോ ചെന്ന് മുട്ടുന്നത് അതാണ് നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കറക്റ്റായിട്ടൊരു നമ്പർ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, പക്ഷേ 15-ന്റെയും 20-ന്റെയും ഇടയിലാണ് എന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് കറക്റ്റായിട്ട് മാത്തമാറ്റിക്കലി നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പഠിക്കുന്നത് നമ്മുടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ള ചാപ്റ്ററിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് എന്തായാലും 8 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. 8 മാർക്കിന് നമുക്ക് എസ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ് ഈ ഒജീവ് വരച്ചിട്ട് മീഡിയൻ ലൊക്കേറ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒജീവ് വരയ്ക്കാനും അതുപോലെ തന്നെ മീഡിയൻ ലൊക്കേറ്റ് ചെയ്യാനും ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇതേപോലെ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഏതെങ്കിലും ടോപ്പിക്കിൽ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ആയിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.